അങ്ങനെ റീൽസ് കണ്ട് കണ്ട് കൊതി മൂത്തിട്ട് ഞാനും ഉണ്ടാക്കി ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമായ ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്ക്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര രുചിയാണ് കേട്ടോ ഇതിന്. ചുമ്മാതല്ല ഇതിപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ആദ്യം നമ്മുടെ ഈ ബിസ്കോഫി സ്പ്രെഡാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നും വില കൊടുത്ത് മേടിക്കേണ്ട, പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവേ. ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതിലേക്ക് കുറച്ച് ബട്ടർ, കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു പിഞ്ച് ഉപ്പ്, സിന്നമൺ പൗഡർ, ഒരല്പം വാനില എസൻസ്, പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാവേ. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തരാവേ. ഒരുപാട് മാസമായിട്ട് യൂസ് ചെയ്യുന്നു. നല്ല അടിപൊളി ബ്ലെൻഡറാണ് കേട്ടോ. ഇപ്പോൾ ആമസോണിൽ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നല്ല വിലക്കുറവുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തപ്പോൾ നമ്മുടെ ബിസ്കോഫി സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും കുറച്ച് ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്ത് അതിലേക്ക് മെൽറ്റഡ് ബട്ടർ ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കേക്ക് ടിന്നിലോട്ടിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കാം. തിൻ ലെയർ മതിയേ, അല്ലെങ്കിൽ ഒരു ബൗൾ എടുത്താലും മതി. ഇനി നമുക്ക് ക്രീം ചീസും വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ക്രീം ചീസിലേക്ക് പൊടിച്ച പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട്, കണ്ടൻസ്ഡ് മിൽക്കില്ലേ അതുകൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിൽ കുറച്ച് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം, ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ഇതുപോലെ എടുത്ത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചീസ് ബീറ്റ് ചെയ്തതും കുറച്ച് ബിസ്കോഫി സ്പ്രെഡും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വീണ്ടും ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ട്രേയുടെ മുകളിലേക്ക് ഈ ഒരു നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമ്മുടെ ബിസ്കോഫിയുടെ സ്പ്രെഡില്ലേ അതുകൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അതൊന്നും നിർബന്ധമില്ല, ഞാൻ കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്കും ഒക്കെ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്ക്.